Good morning, my dear children. Today we can continue your chapter 6, My Uniform. ഇംഗ്ലീഷിൽ ഇന്ന് നമ്മൾ ചാപ്റ്റർ 6ന്റെ ബാക്കിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. There we have studied about different type of uniforms in Rohan school. There are different type of uniform in Rohan school in the different time of a year. ഒരു വർഷത്തിൽ തന്നെ പല സമയങ്ങളിൽ പല യൂണിഫോംസ് ആണ് അല്ലേ രോഹന്റെ സ്കൂളിൽ യൂസ് ചെയ്യുന്നത്. There were few codes in the name of rivers, just like Narmada, Yamuna, Ganga. They were also used different color t-shirt. This is another kind of uniform for their school. Then in the winter time, they wear different type of dresses. So here we had discussed about different type of uniforms. All of you completed the first activity also. അതിലുള്ള first activity നമ്മൾ complete ചെയ്തതാണ് അല്ലേ? Now we can discuss the other activities in this section. Here in this chapter, we have to learn few words. In activity B, you can see few pictures and you can see some letters also. Actually, that is the name of those pictures or those products. Activity B യിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിന് നേരെയായിട്ട് ചില പേരുകളും തന്നിട്ടുണ്ട്. പേരുകളിലെ ചില ലെറ്റേഴ്സ് മിസ്സിംഗ് ആണ്. സോ യു ഹാവ് ടു ഫൈൻഡ് ദാറ്റ് മിസ്സിംഗ് ലെറ്റേഴ്സ്. ആ ഇല്ലാത്ത ലെറ്റേഴ്സ് കണ്ടെത്തി എഴുതുകയാണ് ചെയ്യേണ്ടത്. ലെറ്റ്സ് ഡു ദിസ് ആക്ടിവിറ്റി. വി ക്യാൻ ഗോ ത്രൂ ദ പിക്ചേഴ്സ് ആൻഡ് വി ക്യാൻ ഫൈൻഡ് ദ സ്പെല്ലിങ്സ് ഓൾസോ. നമുക്ക് ആ ആക്ടിവിറ്റി ഒന്ന് ചെയ്തു നോക്കാം. അതിലുള്ള ചിത്രങ്ങൾ നോക്കാം, അതിൻ്റെ പേരുകൾ കണ്ടെത്താം, അതിൻ്റെ സ്പെല്ലിങ്സും എഴുതാം. Below is a list of unfinished words. Look at the pictures and fill the letters to complete the words. താഴെ കുറച്ച് പൂർത്തിയാവാത്ത വാക്കുകൾ തന്നിട്ടുണ്ട്. ചിത്രങ്ങൾ നോക്കി അവ പൂർത്തീകരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഐഡൻറ്റിഫൈ ദീസ് പിക്ചേഴ്സ്. ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ എന്തിൻ്റെയൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. വാട്ട് ഈസ് ദിസ്? യെസ്, ദിസ് ഈസ് എ യൂണിഫോം. ഇതൊരു യൂണിഫോമിൻ്റെ ചിത്രമാണ് അല്ലേ? ദെൻ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ടീ ഷർട്ട്. എന്താണിത്? ടീ ഷർട്ടാണ്. ഇനി അടുത്തത് എന്താണ്? ദർ ആർ 2 children. 2 കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ? ദേ ആർ ഫ്രണ്ട്സ്. അവർ സുഹൃത്തുക്കളാണ്. ദെൻ 2 more pictures are there. This one is a coat. ഇതെന്താണ്? കോട്ടാണ്. And the last one is socks. ഇതൊരു സോക്സ് ആണ്. Now we can find its names and write the missing letters. ഇനി നമുക്ക് ഇതിൻ്റെ പേരുകൾ നോക്കാം. അതിൽ മിസ്സായിരിക്കുന്ന ലെറ്റേഴ്സ് എഴുതി ചേർക്കാം. ഫസ്റ്റ് വൺ UNI. നമുക്കിതിനെ യൂണി എന്ന് വായിക്കാം. അപ്പോൾ ഏതായിരിക്കും ഇത് വേർഡ്? ഇവിടെയുള്ള ചിത്രങ്ങളിൽ യൂണി എന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് വേർഡാണുള്ളത്? യെസ്, യൂണിഫോം. സോ ദ സ്പെല്ലിംഗ് ഓഫ് യൂണിഫോം ഈസ് UNIFORM. യൂണിഫോം. യു ക്യാൻ റൈറ്റ് ദിസ്. സെക്കൻഡ് വൺ SO. സോ എന്ന സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് വേർഡാണ് ഇവിടെയുള്ളത്? സോ എന്ന് തുടങ്ങുന്ന? യെസ്, സോക്സ്. The spelling of socks is SOCKS, socks. Then the third one, T. T എന്ന് എഴുതിയിട്ട് ചെറിയൊരു സ്ലാഷ് അവിടെ ഇട്ടിട്ടുണ്ട്, ഒരു ഡാഷ് അവിടെ ഇട്ടിട്ടുണ്ട് അല്ലേ? സോ ഇറ്റ് വിൽ ബി ടീ ഷർട്ട്. ഷർട്ടിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? SHIRT, ഷർട്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ്, 2 കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് എന്താണ് പറയുക? അവരാരാണ്? ഫ്രണ്ട്സ്. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ഫ്രണ്ട്സ്? FRIENDS, ഫ്രണ്ട്സ്. Now only one word left there, that is coat. Last one ഏതാണ്? coat. What is the spelling of coat? COAT, coat. So you can write these answers in your textbook. നിങ്ങൾ ഈ ആൻസേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതുക. Okay, my dears, all of you understand this activity? This is about the new words we have studied in this chapter.
ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് ന്യൂ വേർഡ്സ് ആണല്ലേ ഇവിടെ ഒന്ന് ഈ ആക്ടിവിറ്റിയിലൂടെ റിവൈസ് ചെയ്യുന്നത്. Okay, so in this activity you have studied the spelling of uniform. What is it? What is the spelling of uniform? Yes, it is UNIFORM. 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 Then the second one is socks. What is the spelling of socks? SOCKS. And the third one is T-shirt. T-shirt. What is the spelling of T-shirt? T. We will use T, the spelling T in first. Then shirt. SHIRT. Then the fourth picture. There we can see two children. They are friends. What is the spelling of friends? FRIENDS. Friends. Then the last one is coat. 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 So here we have studied few spellings. First one is uniform. 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 Second one is socks. 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 Third one T-shirt. TSHIRT. T-shirt. And the fourth one is friends. 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 Then the last one is coat. 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 You have to study the spelling. I hope all of you write this in your textbook. എല്ലാവരും ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റി ബിയിൽ എഴുതിയില്ലേ? Okay, fine. Now we can enter to the next portion of our chapter, that is opposite words. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഓപ്പോസിറ്റ് വേർഡ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. I'll help you to do this work. Word scope. Find the opposite words of the given words. ഇവിടെ തന്നിരിക്കുന്ന ഓരോ വാക്കുകളുടെയും ഓപ്പോസിറ്റ് വേർഡ്സ്, അതായത് വിപരീത പദം കണ്ടെത്തുക. ഇവിടെ 6 വാക്കുകൾ തന്നിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ഓപ്പോസിറ്റ് വേർഡാണ് കണ്ടെത്തേണ്ടത്. ദ ഫസ്റ്റ് വൺ ഈസ് സമ്മർ. SUMMER. സമ്മർ. സമ്മർ എന്ന് പറഞ്ഞാൽ എന്താണ്? വേനൽക്കാലം. വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് സമ്മർ? വേനൽക്കാലത്തിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇൻ അവർ ചാപ്റ്റർ മൈ യൂണിഫോം വി ഹാവ് സ്റ്റഡീഡ് ദിസ് വേർഡ്. സമ്മർ എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഇറ്റ്? വിൻ്റർ. യെസ്, വിൻ്റർ. WINTER. വിൻ്റർ. വിൻ്റർ സീസണിൽ കുട്ടികൾ ധരിക്കുന്ന യൂണിഫോമിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? So, the opposite of summer is winter. Then the next one, morning. 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 രാവിലെ. What is the opposite word of morning? രാവിലെ എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? രാത്രി അല്ലേ? രാത്രിക്ക് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? Night. The spelling of night is NIGHT. Night. Then the next one is slow. SLOW. Slow എന്ന് പറഞ്ഞാൽ എന്താണ്? പതുക്കെ. So which word will be the opposite of slow? പതുക്കെ, പതിയെ എന്നർത്ഥം വരുന്ന ഈ വാക്കിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? വേഗത്തിൽ എന്നായിരിക്കും അല്ലേ? And the opposite of slow is fast. 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 Then the next one is boy. You know this answer. Boy. ആൺകുട്ടി. ആൺകുട്ടിയുടെ ഓപ്പോസിറ്റ് എന്താണ്? പെൺകുട്ടി. And the opposite of boy is girl. GIRL. Then the next one, white. WHITE. What is the opposite of white? വെള്ളയുടെ ഓപ്പോസിറ്റ് എന്താണ്? It's black. 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 Then the last one is sad. Sad എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം. സങ്കടപ്പെട്ടിരിക്കുന്നതിനെയാണ് സാഡ് എന്ന് പറയുന്നത്. ദുഃഖത്തിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഹാപ്പി. HAPPY. ഹാപ്പി. റൈറ്റ് ദീസ് ആൻസേഴ്സ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഈ ഓപ്പോസിറ്റ് വേർഡ്സ് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക.
So children, now I'll explain about your homework. കംപ്ലീറ്റ് ആക്ടിവിറ്റി ബി ആൻഡ് വേർഡ് സ്കോപ്പ്. ഇന്ന് നമ്മൾ ക്ലാസ് ടൈമിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള 2 ആക്ടിവിറ്റീസും ടെക്സ്റ്റ് ബുക്കിൽ കംപ്ലീറ്റ് ചെയ്യാം. Okay dears, do your works on time. We can wind up now. Thank you.